കേരള ബാലറ്റ് തുടരുന്നു. അഴീക്കോട്ടെ ഇടത് സ്വതന്ത്രൻ എം.വി. നികേഷ് കുമാർ മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങി. രാവിലെ വടകരയിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജനെ സന്ദർശിച്ച ശേഷമാണ് നികേഷ് കണ്ണൂരിലേക്ക് കയറിയത്. ഇടതുപക്ഷം കാലത്തിന്റെ അനിവാര്യതയാണെന്നും അതുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്നും നികേഷ് വിശദീകരിച്ചു. വടകരയിലെ സഹോദരി ഗൃഹത്തിലുള്ള CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജനെ സന്ദർശിച്ചതിനു ശേഷമായിരുന്നു M.V. നികേഷ് കുമാർ അഴീക്കോട് പ്രചരണത്തിന് തുടക്കമിട്ടത്. വടകരയിൽ നിന്ന് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ നികേഷിനെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം M.V. ജയരാജൻ, PK ശ്രീമതി MP, വിവിധ ഇടതു നേതാക്കൾ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് കാൽടെക്സിലെ AKG പ്രതിമയിൽ പുഷ്പാർച്ചന. പിന്നീട് പയ്യാമ്പലത്തെത്തിയ നികേഷ് പിതാവ് M.V. രാഘവന്റെയും വിവിധ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും ബലികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. ഇടതുപക്ഷം കാലത്തിന്റെ അനിവാര്യതയാണെന്നും അതുകൊണ്ടാണ് ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും നികേഷ് പറഞ്ഞു. ഞാനിപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരരംഗത്തുള്ളത്. ഇടതുപക്ഷം ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. എന്റെ 20 വർഷത്തെ മാധ്യമപ്രവർത്തന ജീവിതം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ശരിയോടൊപ്പം നിന്നായിരുന്നു ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇടതുപക്ഷം ശരിയുടെ ഒപ്പമായതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കഥാകൃത്ത് T. പത്മനാഭൻ, അഴീക്കോടൻ രാഘവൻ തുടങ്ങിയവരുടെ വീടുകളിലും നികേഷ് സന്ദർശനം നടത്തി. തുടർന്ന് കൃഷ്ണമേനോൻ വനിതാ കോളേജിൽ വിദ്യാർത്ഥികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. നാളെ മുതൽ മണ്ഡലത്തിലെ വിവിധ ബൂത്ത് കമ്മിറ്റികളിൽ നികേഷ് പങ്കെടുക്കും. മീഡിയ 1 കണ്ണൂർ. താൻ കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണെന്ന് കൊല്ലത്തെ ജനങ്ങൾ പറയില്ല എന്ന് മുകേഷിന് ഉറപ്പുണ്ട്. ഏപ്രിൽ 3-ാം തീയതി പ്രചാരണം തുടങ്ങുമെന്നും വിജയിക്കുമെന്ന ആത്മവിശ്വാസം തികച്ചുമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. എല്ലാ തരത്തിലുമുള്ള ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സ്വഭാവം തെരഞ്ഞെടുപ്പിൽ അനുകൂല ഘടകമാകുമെന്നാണ് മുകേഷിന്റെ ആത്മവിശ്വാസം. കൊല്ലത്തുകാർക്കിടയിൽ ഒരു സിനിമാ താരമെന്ന ഇമേജല്ല തനിക്കുള്ളതെന്നും മുകേഷ്. കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാധാരണപ്പെട്ട ഒരാളാണ്. എനിക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും പോവാം, ആരുടെ വീട്ടിൽ വേണമെങ്കിലും പോവാം, ഏത് പ്രോഗ്രാമിൽ വേണമെങ്കിലും പോവാം. അങ്ങനെ ഒരു സിനിമാ താരം അല്ലെങ്കിൽ മുകളിൽ നിന്നും ഇങ്ങനെ കെട്ടിയിറക്കിയ ഒരു നമ്മളൊന്നും കാണാത്ത, കേട്ടിട്ടില്ലാത്ത, തൊട്ടു നോക്കിയിട്ടില്ലാത്ത ഒരാളായിട്ടൊന്നും ഇത്രയും കൊല്ലമായിട്ടും കൊല്ലത്ത് നിന്ന് എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വിവാദങ്ങളെക്കുറിച്ചുള്ള മറുപടി ഇങ്ങനെ: അല്ല, ഞാൻ അറിഞ്ഞില്ല, ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. പ്രചരണത്തിന് സിനിമാ മേഖലയിലുള്ള ഒരാളോടും സാന്നിധ്യം ആവശ്യപ്പെടില്ലെന്നും മുകേഷ് പറഞ്ഞു. എല്ലാവർക്കും അവരവരേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, അവരവരേതായിട്ടുള്ള ജോലി തിരക്കുകളുണ്ട്. വരുന്നെങ്കിൽ സ്വാഗതം. വരാനുള്ള സാഹചര്യം ഒപ്പിച്ച് കുറെ ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. അവര് അതിനകത്തുള്ള പരിഭവമില്ല വരാതിരുന്നു കഴിഞ്ഞാൽ. ഏപ്രിൽ 3 മുതൽ മുകേഷ് പ്രചരണത്തിൽ സജീവമാകും. മീഡിയ 1 പാലക്കാട്. അഴീക്കോട് മണ്ഡലവും കൊല്ലവും പോലെ തന്നെ ശ്രദ്ധേയമാണ് ആറന്മുളയും. വീണ ജോർജാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. സമുദായ സ്ഥാനാർത്ഥിയായി തന്നെ ചിത്രീകരിക്കരുതേ എന്നാണ് വീണ ജോർജിന്റെ അഭ്യർത്ഥന. ഇത് പരാജയ ഭീതി മൂലം മറുപക്ഷം പ്രചരിപ്പിക്കുന്നതാണെന്നും വീണ പറയുന്നു. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം പുറത്തുവന്നതോടെ മണ്ഡലത്തിൽ സജീവ പ്രചാരണം നടത്താനുള്ള ഒരുക്കത്തിലാണ് ആറന്മുളയിലെ CPM സ്ഥാനാർത്ഥിയും മാധ്യമപ്രവർത്തകയുമായ വീണ ജോർജ്. ആറന്മുളയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങളെ കരുതലോടെയാണ് വീണ ജോർജ് നേരിട്ടത്. ആറന്മുള മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന തനിക്ക് നാടിന്റെ സ്പന്ദനം നന്നായി അറിയാം. തന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പരാജയഭീതി പൂണ്ടവരാണ് കുപ്രചരണങ്ങളുടെ പിന്നിലെന്നും വീണ ജോർജ് പ്രതികരിച്ചു. ആറന്മുള മണ്ഡലത്തിൽ ഞാൻ സ്ഥാനാർത്ഥിയാകുമെങ്കിൽ അതിനെ ഭയക്കുന്ന ശക്തികൾ അങ്ങനെയുള്ള ഒരു പ്രചരണം അഴിച്ചുവിട്ടു. പരാജയഭീതി കൊണ്ട് ചില കേന്ദ്രങ്ങൾ അഴിച്ചുവിട്ട പ്രചരണമായി മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പ്രതിഷേധങ്ങളെക്കുറിച്ച് നേരിട്ടറിവില്ല. എക്കാലത്തും പുരോഗമനപക്ഷത്താണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. മുന്നണിയും പാർട്ടിയും ഒറ്റക്കെട്ടാണെന്നും തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും വീണ ജോർജ് കൂട്ടിച്ചേർത്തു. നിർദ്ദിഷ്ട ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചും ചർച്ചകളെക്കുറിച്ചുമുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഇത്രയധികം വിദേശ മലയാളികൾ ഉള്ള ഒരു ജില്ല വേറെയില്ല. ഒരു വിമാനത്താവളം ജില്ലയ്ക്ക് ആവശ്യമാണ്. പക്ഷേ ആവശ്യമാണെന്ന് പറയുമ്പോഴും ആളുകളുടെ കുടിയൊഴിപ്പിക്കൽ അല്ലെങ്കിൽ ആളുകൾ അവിടെ നിന്ന് മാറ്റി താമസിക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ആരാധനാലയങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഇഷ്യൂസ്, ഇത് പരിഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ ബാധിക്കുന്ന, ദോഷകരമായി ബാധിക്കുന്ന ഒന്നിനും CPMോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കൂട്ടുനിൽക്കുകയില്ല. മണ്ഡലം അനുഭവിക്കുന്ന വികസന പിന്നോക്കാവസ്ഥ പ്രധാന പ്രചരണ വിഷയമാക്കുമെന്നും വീണ ജോർജ് പ്രതികരിച്ചു. ക്യാമറ പേഴ്സൺ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം സജോ ദേവസ്യ, മീഡിയ 1 പത്തനംതിട്ട.
അക്രമ രാഷ്ട്രീയവും രാഷ്ട്രീയ അസഹിഷ്ണുതയും വിഷയമാക്കി NDA പ്രചാരണത്തിന് ഇറങ്ങുന്നു. ന്യൂനപക്ഷ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തീയ വോട്ടുകൾ ലക്ഷ്യമാക്കിയുള്ള പ്രചാരണ പരിപാടികൾക്കും NDA നേതൃത്വം നൽകുന്നുണ്ട്. അടുത്ത മാസം 10-ന് പത്തനംതിട്ടയിൽ ചേരുന്ന NDAയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. തിരിച്ചെത്താം കേരള ബാലറ്റിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.